ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടും ചില ആഗ്രഹങ്ങളൊക്കെ ചിലർക്ക് നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഒന്നും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതായത് ഓരോ ആഗ്രഹത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്. നമുക്കിപ്പോ ഓരോ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉള്ളതാണ്. പണമാണെങ്കിലും വീടാണെങ്കിലും ബന്ധങ്ങള്, വ്യക്തികള്, ഇതൊക്കെ. അപ്പൊ നമുക്ക് ചിലത് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി ഒക്കെ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തില്ലെങ്കിലും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട് കിട്ടുന്നുണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില വലിയ ആഗ്രഹങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത്രത്തോളം നമ്മൾ പോസിറ്റീവായി, അത്രത്തോളം നമ്മുടെ ഒരു വൈബ്രേഷണൽ തലം എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അലൈൻമെന്റിൽ എത്തിച്ചേർന്നാൽ മാത്രമാണ് നമുക്ക് ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും അതിനൊക്കെ വില്ലനായിട്ട് നിൽക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ, അതായത് മനുഷ്യരെ എല്ലായ്പ്പോഴും ഒരുപോലെയല്ല എന്ന് പറയില്ല. നമ്മൾ പറയില്ലേ, പറയാൻ എളുപ്പമാണ് സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നൊക്കെ. പക്ഷെ അതൊന്നും എപ്പോഴും സാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായിട്ട് നോക്കിയാൽ അല്ല. അപ്പൊ നമ്മൾ തന്നെ ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ കാര്യങ്ങളിൽ മിക്കപ്പോഴും ചിലർ പറയുന്ന കാര്യമാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ സമയം വേസ്റ്റ് ആക്കാം. ഞാൻ തന്നെ കമന്റ് അതിനകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് എന്താ ഇപ്പൊ വേറെ മറുപടി ഒന്നും പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇത് വേറൊരാള് നമുക്ക് നടത്തി തരേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് മെന്റേഴ്സ് എന്ന് പറയുന്നത് അവർക്കൊരു ഗൈഡ് ആയിട്ട് നിന്ന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറ്റും, നിങ്ങളെ ഒരു ഗൈഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും എന്നല്ലാതെ ബാക്കിയെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ തലങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എങ്ങനെയാണോ നമ്മുടെ ഇന്നർ തലത്തിൽ നമ്മളത് ചെയ്യുന്നത്, രീതികള്, നമ്മുടെ വിശ്വാസം, ഇതൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുക. ഇനി ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ തലം ലോ ആക്കി വെക്കുന്നതിന്റെ ഒരു കാരണമാണ് മറ്റുള്ളവര് നമ്മളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള വേദനകള്. നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാകാം, നമ്മളെ പല രീതിയിൽ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളുടെ തിരിച്ച ആറ്റിറ്റ്യൂഡ് എന്താ അവരോട്? ഒരു നിരാശ, ദേഷ്യം, വെറുപ്പ്, പക, അല്ലെ? ഇതൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ട് നടക്കുക. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തലമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നിടത്തോളം ഒട്ടുമിക്ക ആഗ്രഹങ്ങളെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ക്ഷമിക്കുന്നതിന്റെ ശക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ നിങ്ങളെ പോലുള്ളവർക്ക് പറയാൻ എളുപ്പമാണ്, ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള, ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള, ഞങ്ങളെ ചതിച്ചിട്ടുള്ളതായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞങ്ങൾ മാപ്പ് കൊടുക്കുക, ഞങ്ങൾ ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ പോലുള്ളവർക്ക് പറയാൻ പറ്റും അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങളാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ അതൊന്നും അല്ല പറയണത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് ക്ഷമിക്കണമെന്നോ ഇതെല്ലാം മറക്കണമെന്നോ ഉള്ളതല്ല ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫോർഗീവ്നെസ് എന്ന് ആദ്യം പറയാം. അതിനുശേഷം ഈ ഫോർഗീവ്നെസ് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കുണ്ടാകുന്ന ചില കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. ഇതെല്ലാം നീക്കം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഈ ഫോർഗീവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ ഫോർഗീവ് ചെയ്യാനായിട്ടുള്ളതാണ് തീരുമാനമെങ്കിൽ അത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എന്നുള്ളത് എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു രീതിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ആദ്യം തന്നെ എന്താണ് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ? ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മളെ വിഷമിപ്പിച്ച ആളുകളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ് ഫോർഗീവ്നെസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അതെന്തിനാണ് നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുന്നത്? കാരണം ഓപ്പോസിറ്റ് ഒരു വ്യക്തി നമ്മളോട് ചെയ്ത പ്രവൃത്തി ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ ജോലി നഷ്ടപ്പെടാൻ ഒരാൾ കാരണക്കാരായി, ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് മെന്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ളവരുണ്ടാകും. ഓക്കെ, അപ്പോ ഇതൊക്കെ പലതും ഇപ്പൊ പങ്കാളികൾ തമ്മിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാകും. അപ്പൊ ഇതെല്ലാം തന്നെ ഒരാളിൽ ഉണ്ടാക്കുന്ന മുറിവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു വേദന അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് വ്യക്തി ചെയ്ത കാര്യങ്ങൾ കൊണ്ട് നമ്മളാണ് നമ്മളെ ഇത്രയും നാള്, അതായത് എത്രത്തോളം കാലമായോ ആ ഒരു മുറിവ് നിങ്ങളിൽ വന്നിട്ട് എന്ന് വെച്ചാൽ അത്രയും നാള് നിങ്ങളെ തന്നെ മറന്നു. അതായത് നമ്മൾ എന്താ ചെയ്തേ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നു അല്ലെ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ഒരാളോട് ദേഷ്യം, വെറുപ്പ്, പകയുണ്ടാവുമ്പോൾ നമ്മൾ അവരെ ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവും. അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുക, അവര് ഇൻസ്റ്റയിൽ ഇടുന്ന സ്റ്റോറി നോക്കുക. ചുരുക്കം പറഞ്ഞാൽ അവര് സന്തോഷമായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത്. അവര് വിഷമിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്. കാരണം നമ്മളെ വേദനിപ്പിച്ച ആളുകൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടും അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അപ്പൊ അവർക്ക് വേദനയാണോ എന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവര് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവര് ട്രിപ്പുകൾ പോകുന്നു, അവര് എൻജോയ് ചെയ്യുന്നു, അവരിതേ പുതിയ കാറ് വാങ്ങിക്കുന്നു, വീട് വെക്കുന്നു, അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇവിടെ നിരാശയുടെ ഒരു പടുകുഴിയിലേക്ക് എത്തും. നമുക്ക് വീണ്ടും ഡിപ്രഷൻ ആവും. ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ഇറിറ്റേഷൻ ആകും. എന്താ ശരിക്കും ഇതിന്റെ ശാസ്ത്രീയമായ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ മാത്രമാണ് ഈ ഒരു ചിന്താഗതി നമ്മൾ കൊണ്ട് നടക്കുന്നുള്ളൂ. ഓപ്പോസിറ്റ് വ്യക്തി നമ്മളുടെ അടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അവരത് അവിടെ വിട്ടു, അവരുടെ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മളെ അല്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പോ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഫോർഗീവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാള് നമ്മളോട് ചെയ്തതിന് നമ്മളുടെ നെഗറ്റിവിറ്റിയെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് ഫോർഗീവ് ചെയ്യുക. അതാണ് നമ്മൾ ക്ഷമിക്കുന്നത്. നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള കുറേ നെഗറ്റീവ്, അതായത് മറ്റുള്ളവരുടെ വിഴുപ്പ് ചുമക്കുക, മറ്റുള്ളവരുടെ ഒരു ലഗേജ് ആണ് നമ്മൾ ചുമക്കുന്നത്. മറ്റുള്ളവരുടെ ലഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു വേദന, ആ നെഗറ്റിവിറ്റിയെ നമ്മൾ ചുമന്നുകൊണ്ട് നടന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടങ്ങളാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ഫോർഗീവ് ചെയ്യാന്ന് പറഞ്ഞാൽ. അല്ലാതെ നിങ്ങളൊന്നും മറക്കണമെന്നോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾ ക്ഷമിക്കണം എന്നൊന്നും അല്ല ഞാൻ ഇവിടെ പറയുന്നൊരു കാര്യം. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത് ഫോർഗീവ് ചെയ്തില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എളുപ്പം, മരിച്ചാലും ഞാനിത് മറക്കില്ല എന്ന് പറയുന്നവരുടെ അടുത്താണെങ്കിൽ ഇതെന്താണ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും, ഇത് ഞാൻ പറയുന്നതല്ല, അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ 30 വർഷങ്ങളായിട്ട് അതായത് 30 വർഷം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ റോബർട്ട് എൻറൈറ്റ് എന്നുള്ള ഒരു വ്യക്തി, സയന്റിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തില് ഒരാളുടെ അടുത്ത് നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് ഇതൊക്കെ തോന്നി തുടങ്ങുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തില് ബ്ലഡ് പ്രഷർ, BP കൂടാനായിട്ട് കാരണമാകും. ഇത് ടോട്ടൽ നമ്മുടെ ഹേർട്ടിന്റെ കാര്യങ്ങളെയൊക്കെ നമ്മളെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പൊ ഈ കൂടുതൽ നമ്മൾ പറയില്ലേ ചെറുപ്പക്കാരിൽ ഹാർട്ട് അറ്റാക്ക് കൂടി വരാനായിട്ടുള്ളതിന്റെ കാരണം പറയും, കോവിഡ് വാക്സിനേഷൻ ഒക്കെ എടുത്തവരിലാണ് ഒരുപാട് ഹാർട്ട് അറ്റാക്ക് മരണങ്ങൾ ഇപ്പൊ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മള് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ടെൻഷൻ ആവുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഒക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനകത്ത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ഇത് ബാധിക്കുന്നുണ്ട്, ദഹനം അതിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഹോർമോണൽ ആയിട്ടുള്ള ഒരുപാട് ഇംബാലൻസ് ഇത് വരുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ ഇത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മാനസികമായിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ സ്ട്രെസ്, ആൻഷൈറ്റി, അതുപോലെ ആങ്കർ കൂടുമ്പോൾ ഇതുപോലെയുള്ള പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഡിപ്രഷനിൽ, വിഷാദത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിലുള്ള, അതായത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് കിട്ടാതെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് നിരന്തരം നമ്മൾ ചിന്തിച്ച് വീണ്ടും നമ്മൾ അതൊരു വിഷാദ രോഗത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്ന അവസ്ഥ, ഉറക്കമില്ലായ്മ, സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ലാത്തത്,
ഒന്നിനും ഒരു മൂഡില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ നമ്മള് മെന്റലി നമ്മളൊരു ഡിസ്ട്രെസ് ആകുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയണ പോലെയാണ് റിലേഷൻഷിപ്പിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മളെ വേദനിപ്പിച്ച ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ പോലും നമ്മുടെ കൂടെയുള്ള ആളുകള്, നമ്മുടെ പങ്കാളി, നമ്മുടെ മക്കള്, പാരന്റ്സ്, അങ്ങനെയുള്ള നമ്മുടെ ബന്ധങ്ങളെ പോലും ഇത് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വറീഡായിട്ടിരിക്കുമ്പോൾ ഒന്നിനും ഒരു മൂഡില്ല, നമുക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്നും മനസ്സ് തുറന്ന് നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കാതെ വരിക, ഇതൊക്കെ അവര് തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാവാൻ വരെ കാരണമായി തീരുന്ന അത്രയും ഒരു വില്ലനാണ് മറ്റുള്ളവരോടുള്ള വെറുപ്പും ദേഷ്യവും നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് സംഭവിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊന്നും സംഭവിക്കാത്ത എന്താന്ന് വെച്ചാൽ അവരത് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചു, ഓക്കെ ആയിക്കോട്ടെ, അവര് പെരുമാറുന്ന പോലെ തന്നെ നമ്മളും പെരുമാറാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ ലോകം, അല്ലെ? അവരും നമ്മളും തമ്മിൽ എന്താ പിന്നെ ഒരു വ്യത്യാസം? അപ്പോ അവരത് പറഞ്ഞു, അവിടെ തീർന്നു, അവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ നമ്മളെ വേദനിപ്പിച്ച ആ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിക്കുന്നു. നമ്മളാണ് അവിടെ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വ്യക്തിയെ തകർക്കുന്ന കാര്യങ്ങൾ. അത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് റിമൂവ് ചെയ്താൽ കിട്ടുന്നതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറി കിട്ടും. നമ്മുടെ ബ്രെയിനിന്റെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആകും. ചുരുക്കം പറഞ്ഞാൽ സമാധാനം എന്ന് പറയുന്ന, മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം, ഒരു വലിയ കല്ലെടുത്ത് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ കല്ല് അവിടെ നിന്ന് അങ്ങ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഉള്ള ഒരു അത്രയും ഒരു സമാധാനം എന്ന് പറയുന്നത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. മെന്റൽ ഹാപ്പിനെസ്, നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ബൂസ്റ്റപ്പ് ചെയ്യും. റിലേഷൻഷിപ്പ് കാരണം നമ്മൾ പിന്നെ വളരെ ഹാപ്പിയാണ്, നമ്മൾ അതെല്ലാം മറന്നു, നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ അത് ഒരുപാട് സ്വാധീനിക്കും. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പറയില്ലേ, ചില ആളുകളെ കാണുമ്പോൾ എത്ര ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും അവരുടെ സ്കിന്നൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ചെറുപ്പമാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സ്കിൻ ഇത്ര ഗ്ലോ ആയിട്ടിരിക്കാൻ സാധിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കാൻ സാധിക്കുന്നതെന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ സെലിബ്രിറ്റീസിന്റെ ഒക്കെ കാര്യങ്ങളാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ കാണുന്ന കുറച്ച് ആളുകളും ഉണ്ടാവും. അപ്പൊ ഒന്നെങ്കിൽ അവർ പറയും യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഒപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, അവരുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റിവിറ്റി ആയിരിക്കും. പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ അവരുടെ മുഖത്ത്, അവരുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും അവര് പുറമേ കാണിക്കുന്ന ഒരു ചിരി അല്ലെങ്കിൽ അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ആയിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവരോടുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ട് നടക്കുന്നവരുടെ മുഖത്തെന്ന് പറയുമ്പോൾ ഒരു നിരാശാഭാവമായിരിക്കും. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ബോഡിയിൽ അതിനനുസരിച്ചിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് ആന്റി ഏജിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ എത്ര പ്രായം ചെന്നാലും ചിലരൊക്കെ നല്ല ചുറുചുറുക്കോട് കൂടിയിട്ട് ചെറുപ്പമായിട്ടിരിക്കുന്നതിന്റെ പിന്നിലെ ഒരു കാരണവും അവർക്ക് മറ്റാരോടും ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരോടുള്ള ഒരു വെറുപ്പ്, വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നില്ലാത്തവരാണ് എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പൊ ഇത്രയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇനി ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. സ്വയം മാറണോ വേണ്ടയോ? ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ട് നടക്കണോ, ഹോൾഡ് ചെയ്യണോ, അതോ റിലീസ് ചെയ്യണോ? ഇത് വിട്ടുകളയണോ അതോ സൂക്ഷിച്ചു വെക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. അത് വിട്ടുകളയണം, അത് വേണ്ട, എനിക്ക് പോസിറ്റിവിറ്റി മാത്രം മതി, ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ മനസ്സിൽ നിന്നൊന്ന് കളയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ചില സമയത്ത് ചില ചിന്തകൾ ഇങ്ങനെ വരികയാണെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനൊരു 3 സ്റ്റെപ്പേ ഉള്ളൂ. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീണ്ടും ആ ഉണ്ടായ സംഭവം എന്താണ്, നിങ്ങളെ വേദനിപ്പിക്കാൻ ഇടയായ സിറ്റുവേഷൻ എന്താണോ അതിനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക. ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും. അതായത് ആ ഒരു സംഭവം നിങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുക, അതുണ്ടാവാനിടയായ കാരണം എന്തായിരുന്നു, അതിനെ നിങ്ങൾ തിരിച്ചറിയുക. അറിവും തിരിച്ചറിവും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആ തിരിച്ചറിവാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചു. രണ്ടാമത് വേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക. അതിനെ കഴിഞ്ഞുപോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമ്മൾ അതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കാനല്ല, അതിനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ
ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഓരോ വ്യക്തിയും യുണീക്കാണ്. അപ്പൊ ഞാൻ പെരുമാറുന്ന പോലെ തന്നെ വേറൊരാള് പെരുമാറണം എന്ന് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരും എന്നെ സന്തോഷിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കണം. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എനിക്കൊരു വില കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ പെരുമാറുന്ന പോലെ എനിക്ക് എന്നോട് പെരുമാറാൻ പറ്റില്ല. എനിക്ക് എന്നെ നോക്കേണ്ടതുണ്ട്, എന്നെ ഹാപ്പിയായി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അതാണ് ഏറ്റവും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മറ്റൊരാളെ എന്നെ വേദനിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഞാൻ എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അതല്ല, അവര് നിങ്ങളോട് പറഞ്ഞ വാക്കോ അവര് നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെയോ അല്ല റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. പകരം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്തത്, നിങ്ങൾ നിങ്ങളിൽ തന്നെ വരുത്തിയിരിക്കുന്ന കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തി നമ്മളിലേക്ക് ഒരു കാര്യം തരുമ്പോൾ, ഞാൻ ഒരാളെ ചീത്ത പറയുകയാണെന്നറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നമ്മളത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞേക്കുക. പക്ഷെ പറയുന്ന കാര്യങ്ങളെ മനസ്സിലെടുത്ത് വീണ്ടും എന്നാലും അവളത് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും അവളത് എന്നോട് അങ്ങനെ ചെയ്തല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, നമ്മളത് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലേക്ക് എടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നിന്ന് തുടങ്ങുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ നിങ്ങളത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അത് എടുത്തു എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് മാത്രമാണ് ഈ കാലം അത്രയും നമ്മുടെ സന്തോഷത്തെ നമ്മൾ തല്ലിക്കെടുത്തിയത്. ഈ കാലം അത്രയും എന്റെ ഉറക്കത്തെ, എന്റെ സമാധാനത്തെ, സന്തോഷത്തെ എല്ലാം ഇല്ലാതാക്കിയത് ഞാൻ എന്ന വ്യക്തി, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തന്ന വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയെ ഞാൻ അംഗീകരിച്ചത് കൊണ്ടാണ്. അത് വേണ്ട എനിക്ക്. ഓക്കെ, അപ്പൊ ആ റെസ്പോൺസിബിലിറ്റിയെ നമ്മൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് മൂന്നാമത് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് ടു ഫോർഗീവ്. അതുകൊണ്ട് തന്നെ ഞാനത് ക്ഷമിക്കുന്നു. എന്താ ക്ഷമിക്കുന്നേ? ഞാൻ എന്നെ വേദനിപ്പിച്ചതിലും ഞാൻ എന്നോട് നാളിതുവരെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ നെഗറ്റിവിറ്റി ഞാൻ സൂക്ഷിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അതിന് ക്ഷമിക്കുന്നു, അത് ലെറ്റ് ഗോ ചെയ്യുന്നു. അതിനുള്ളതാണ് ഹോ ഒപ്പനോപ്പനോ എന്ന് പറയുന്ന മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രയർ. ഇത് സെൽഫ് ഹീലിങ്ങിന്, പണത്തിന് വേണ്ടിയിട്ട്, വ്യക്തിബന്ധങ്ങള്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എവിടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രയർ ആണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ സെൽഫ് ഹീലിംഗ്, നമ്മൾക്കുണ്ടായിട്ടുള്ള വേദനകള്, മുറിവുകളെ എല്ലാം നമുക്ക് നീക്കം ചെയ്ത് നെഗറ്റിവിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രയർ കൂടിയാണ് ഇത്. ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി കത്തിച്ച് കളയുന്ന കാര്യമൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോ ഇത്തരം കാര്യങ്ങള് നമുക്ക് സൂക്ഷിക്കേണ്ടതില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് എത്ര നാളുണ്ടോ അത് ഓരോ നിമിഷവും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? എല്ലാ ജന്മങ്ങൾക്കും ഇവിടെ ചെയ്തു തീർക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളതാണ്. ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും നമ്മുടെ ആത്മാവിന് ഇവിടെ എവിടെ വേണമെങ്കിലും ചേക്കേറാൻ പറ്റും, അല്ലെ? പട്ടിയായിട്ട്, പൂച്ചയായിട്ട്, പുഴുവായിട്ട്, എങ്ങനെ വേണമെങ്കിലും ഏതെങ്കിലും ഒരു ശരീരത്തിൽ അതിന് കയറി കൂടാം. പക്ഷെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ അത് വന്നു ചേർന്നു ആത്മാവ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹീതരാണ്. നമുക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് മനുഷ്യജന്മം തന്നെയാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമുക്ക് എന്തിനാണ് ഇത്തരം നെഗറ്റിവിറ്റി? നമുക്ക് എന്തിനാണ് മറ്റൊരാളോടൊരു ദേഷ്യവും വിദ്വേഷവും? കാണിക്കുന്നവരത് കാണിച്ചോട്ടെ, പ്രവർത്തിക്കുന്നവരത് പ്രവർത്തിച്ചോട്ടെ. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് അതെല്ലാം നമ്മളോടുള്ള സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് കാരണം നമുക്കത് എന്ത് ചെയ്യാം? ഫോർഗീവ് ചെയ്യാം, അല്ലെ? അതല്ലേ നല്ലത്? മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മൾ ഒരിക്കലും അന്വേഷിച്ചു പോവില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് തേടി പോകുന്നത് നമുക്കത് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മളിൽ ഇല്ലാത്തതാണ് നമ്മൾ അന്വേഷിച്ചു പോവുക. ഇപ്പൊ എന്റെ ഒരു കയ്യില് പേഴ്സിൽ നിറയെ പണവും ഒരു കയ്യില് ഭക്ഷണത്തിന്റെ പൊതിയുണ്ട്. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ വേറൊരാളുടെ കയ്യിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ ഞാൻ മറ്റൊരാളുടെ പോക്കറ്റ് നോക്കേണ്ട കാര്യമില്ല.
ഇത് രണ്ടും എന്നിൽ തന്നെയുണ്ട്. ഇതുപോലെ സ്നേഹമെന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്നും കിട്ടേണ്ടതല്ല, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ നടക്കാതിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു പരിധി വരെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പ്രത്യേകിച്ചും പല ന്യൂസും കേൾക്കുമ്പോഴാണ് കാമുകന്മാരൊക്കെ ആണെങ്കിൽ ഒരാളെ വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ അതൊരു പകയായിട്ട് പോകുന്നു, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് ഇത്രയും നാള് വളർത്തിയ അച്ഛനമ്മമാരെ പോലും മറന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും മനോഹരമാക്കി തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? അത്രയും പോസിറ്റീവ് ആയിരിക്കുക, അത്രയും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ പോസിറ്റിവിറ്റി, നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഏറ്റവും ഹൈ ആയിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കുക. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്, അത് ഈ രൂപത്തിലുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇന്ന് പറഞ്ഞേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്